നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാര്യമായിട്ട് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വെറുതെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പെണ്ണുമ്പിള്ള പറയുന്നത്, ഒരു ഇൻഷുറൻസിന്റെ കാർഡ് കുറച്ചു കാലമായിട്ട് അവിടെ എവിടെയും പോയി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇതുവരെ ഡെലിവറി ആയിട്ടില്ല. എന്നാ പിന്നെ അതൊന്നും ഇടുന്നു പോണല്ലോ. അങ്ങനെ പുറത്തെ ക്ലൈമറ്റ് ഒക്കെ നോക്കി എന്തോ ഇന്നൊരു നല്ല ഒരു ദിവസമാണ്, നല്ല കാലാവസ്ഥയാണ്. രാവിലെ മുതലേ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിൽ ഫോട്ടോ ഉണ്ടായിരുന്നു ഇന്ന് സൺറൈസ് ആയി. ന്യൂ ഫോൺലാൻഡിൽ നിന്ന് സൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ന്യൂ ഫോൺലാൻഡ് മൊത്തമല്ല, നമ്മുടെ ടൗണിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വളരെ വിരളമായി കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ സൺറൈസ്. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ഞാനും പെണ്ണുമ്പിള്ളയും കൂടെ ഒരു 12 മണിയായപ്പം വെയിലിന് കുറച്ച് ചൂടൊക്കെ ആയപ്പം മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ നൈബർഹുഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ആക്ച്വലി ഒരു റിട്ടയേർഡ് ആൾക്കാർ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാ വീട്ടിലും അപ്സ്റ്റേറിൽ താമസിക്കുന്ന എല്ലാവരും റിട്ടയേർഡ് ആയിരിക്കും. ബേസ്മെന്റിൽ താമസിക്കുന്നത് ഒന്നെങ്കിൽ ഇതുപോലെ റിട്ടയർഡായി ഇവിടെ വന്ന് റിട്ടയർമെന്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാന്നുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഈ ടൗണിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും വാടക താമസിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ താമസിക്കുന്ന പോലെ. നമ്മുടെ അപ്സ്റ്റേറിലുള്ളത് ഒരു റിട്ടയർഡ് ഫാമിലി, അവരുടെ മക്കളും അതിൻ്റെ മക്കളുമാണുള്ളത്. എന്താ പറയാ, അങ്ങനെ ഒരു മോശമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാ വീട്ടിലും ഇത് തന്നെയുള്ള സ്ഥിതി. എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കരമായിട്ട് വലിയ നമ്മളെ ഗ്രീറ്റ് ചെയ്യും. പിന്നെ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടും. കാരണം ഇത് ന്യൂ ഫോൺലാൻഡിലെ ഇംഗ്ലീഷ്, അതായത് നേറ്റീവ് ന്യൂ ഫോൺലാൻഡേഴ്സ് പറയുന്ന ഇംഗ്ലീഷ് കുറച്ചൊരു പാടാണ്. മറ്റുള്ള കനേഡിയൻസ് പറയുന്ന പോലെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്ന പറഞ്ഞാല് അത് കുറച്ച് പാടാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ വാട്ടർ ഫ്രണ്ടിന്റെ അടുത്തെത്തി. ഇതിനിപ്പം കടൽ എന്ന് പറയണോ പുഴ എന്ന് പറയണോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. കാരണം കടൽ വെള്ളമുണ്ട്, പുഴയിലെ വെള്ളമുണ്ട്, രണ്ടും കൂടി മിക്സ് ആണ് ഇവിടെ. സാൾട്ട് വാട്ടർ അങ്ങനെ ഫ്രീസ് ആവില്ലല്ലോ, പക്ഷേ ഈ കാണുന്ന വെള്ളം ഫ്രീസ് ആവും. ഇവിടെ ഐസ് ഫിഷിങ്ങും അങ്ങനത്തെ പരിപാടീസും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു റോഡ് സൈഡിൽ ഇങ്ങനെ പല പല സംഗതികളും കാണും. ഫ്രീസർ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, TV, സോഫ. ഇതൊക്കെ എടുത്തപ്പാട് വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ. നല്ല അടിപൊളി ബെഡ് ബഗ് ഉണ്ടാവും. പിന്നെ ബെഡ് ബഗ് അടിച്ചിട്ട് ബെഡ് ബഗ് അടിച്ചിട്ടെന്നല്ല, ആ വീട് മൊത്തം ബെഡ് ബഗ് ഇൻഫെക്റ്റഡ് ആവും. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പിന്നെ വലിയ പാടാണ് അതൊന്ന് ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ. ബഗ് എന്ന് പറഞ്ഞിട്ട് സംശയം ഉണ്ടാവും. മൂട്ട, മലയാളത്തിൽ പറഞ്ഞ മൂട്ട. ഗൾഫിലൊക്കെ പോയ ആൾക്കാരെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ ഒരു കടി നമ്മുടെ ചോര ഇങ്ങനെ ഊറ്റിയും എടുക്കുന്നത്. പിന്നെ എന്താ പറയാ, അതുള്ളൊരു വീട്ടിൽ കിടക്കുന്നുള്ള തന്നെ ഒരു മനസ്സമാധാനക്കേടാണ്. ഗസ്റ്റുകൾ വരും, അതൊക്കെ കാണും, നമുക്ക് തന്നെ ഒരു ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. എന്തായാലും നമുക്ക് നടന്നു തുടങ്ങാം. ഇന്നിപ്പം ഞങ്ങള് ടാക്സി വിളിക്കുന്നില്ല. ഈ കാനനപാതയിലൊക്കെ കല്ലും മുള്ളും ചവിട്ടി നമുക്ക് മുന്നോട്ട് നടന്നങ്ങ് നീങ്ങാം. ഇവിടെ ഇങ്ങനെ ഒരു ട്രെയിൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതായത് അത് എല്ലാ കൺട്രി സൈഡിലും ഉണ്ടാവും ട്രെയിൽസ്. നമുക്ക് നല്ല സുഖമായിട്ട് നടക്കാം. മഞ്ഞൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ ഇവിടെ നിറച്ച് മഞ്ഞും അതിൻ്റെ ഒരു സീനറിയും, ആളുകള് തീ വിട്ട് ചൂട് കായുന്നുണ്ടാവും, മീൻ പൊരിക്കുന്നുണ്ടാവും, ഐസ് ഫിഷിങ് നടത്തുന്നുണ്ടാവും. അതായത് ഈ കാണുന്ന ലേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഒരു നല്ല രീതിയിൽ തന്നെ ഫ്രീസ് ആവും. അപ്പം അതിൽ ദ്വാരം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് മീനെ പിടിക്കുന്നതാണ് ഐസ് ഫിഷിങ്. കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാക്കയെ കണ്ടത്. നമ്മുടെ നാട്ടിലേക്കുള്ള കാക്ക തന്നെ, പക്ഷേ ഒരു വൃത്തികെട്ട ശബ്ദമാണ്. ശബ്ദം നമ്മുടെ നാട്ടിൽ പോലെ അത്ര ഒരു മയമുള്ള ശബ്ദമൊന്നുമല്ല, ഒരു വല്ലാത്ത ചിരട്ടയിൽ കിടക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ് ഇവിടുത്തെ കാക്ക. ഇതേ കിടക്കുന്ന ഒരു കാക്ക. അങ്ങനെ നമ്മള് നടന്ന് ട്രെയിനിലേക്ക് എത്തി. ഇവിടുത്തെ ഈ ഒരു സീനറി ഉണ്ടോ, നിങ്ങൾ മൊബൈലിൽ എത്ര ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കണ്ടോ, എന്താ സെറ്റപ്പ്. നല്ല തണുപ്പ്,
നല്ല കാറ്റ്, പിന്നെ വെയിലുമുണ്ട്. അതുകൊണ്ട് തണുപ്പങ്ങ് വല്ലാതെ അങ്ങ് എഫക്റ്റഡ് ആവുന്നില്ല. പിന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് തന്നെയാണുള്ളത്. ഈ നട്ടുച്ചക്കും ഈ കത്തുന്ന വെയിലത്തും സ്വെറ്ററൊക്കെ ഇട്ടാണുള്ളത്. ഇവിടെ കണ്ടു, ഇവിടെ കുറെ മരം ഇങ്ങനെ മുറിച്ചിട്ടുണ്ടാവും. ഇത് വേണ്ടവർക്ക് എടുത്തുകൊണ്ടുപോയി കത്തിക്കാം. ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇനി തണുപ്പ് കാലല്ലേ വരുന്നത്, അപ്പം ആളുകൾ ഇത് കൊണ്ടുപോയി വീട്ടിൽ കത്തിക്കുന്നത് സാധാരണ സംഭവമാണ്. ആർക്കും വേണമെങ്കിൽ എടുത്തുണ്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പോസ്റ്റ് ഓഫീസിൽ പോകുന്ന വിചാരിച്ചിട്ട് വിചാരിക്കണ്ട ഇതിപ്പോൾ എടുത്ത വീഡിയോ ആണെന്ന്. ഇതൊരു മാസം മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, ഇപ്പാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞൊരു 21 ദിവസമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സമരമാണ്. അവർക്ക് ശമ്പളം ഇൻക്രിമെന്റും പല പല സംഗതികളും പറഞ്ഞിട്ട്. അപ്പം ഒരു മാസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടു, പല പല തിരക്കിലായിപ്പോയി. എന്നാ പിന്നെ ഇപ്പം അങ്ങ് അപ്ലോഡ് ചെയ്താക്കാന്ന് വെച്ച് ഇങ്ങനെ ചെയ്യണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ സീനറി? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇങ്ങോട്ട് വരണം തോന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ? നല്ല നല്ല സൂപ്പർ സ്ഥലമാണ്. സീനറി, ലാൻഡ്സ്കേപ്പ് സീനറി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഇത് കാണുന്ന പലരും കമന്റ് അടിക്കും, നീ സസ്കാച്ചുവനിൽ വാ ഞാൻ കാണിച്ചു തരാം, നീ ആൽബർട്ടേക്ക് വാ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതുപോലൊരു ഗ്രീനറി എന്താ പറയാ, അതിവിടെ മാത്രമേ കിട്ടും. സസ്കാച്ചുവനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫാം ഹൗസും കണ്ണെത്താ ദൂരത്തോളം പശുവും കുതിരയൊക്കെ മെയ്യുന്നതൊക്കെ കാണാം. അതിവിടെ ഉണ്ട്. പക്ഷെ ഈ ഒരു സെറ്റപ്പ് കാണണമെങ്കിൽ എനിക്ക് ഡൗട്ടാണ് അത് ആൽബർട്ടിലും സസ്കാച്ചുവനിലും കിട്ടുമെന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടാ അറിയാം, നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല രസത്തിലുള്ള കാറ്റിന്റെ പുറത്ത്. അതിനൊക്കെ വകഞ്ഞു മാറ്റി നമ്മളിങ്ങനെ നടന്ന് നീങ്ങുവാണ്. വിന്റർ സമയത്തൊരു ഫോട്ടോ ഈ സ്ഥലത്തിന്റെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കും. വിന്റർ സമയത്ത് നമ്മൾ ഈ കാണുന്ന പോലെയല്ല. ഈ ട്രെയിനിലൂടെ കാൽനട യാത്രക്കാർ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ സ്നോയിലൊക്കെ പോകുന്ന ബൈക്കൊക്കെ ഇല്ലേ, അത് പിന്നെ സ്കാറ്റ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെന്താ പറയാ, ഈ സ്നോ ബോർഡിന്റെ മുകളിൽ പോകും, അവരെ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കും. പിന്നെ അതിനിടയിലേക്ക് നമ്മൾ കാര്യപ്പോയി ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്ന ഒരു സംഗതി ഒന്നല്ലല്ലോ. സ്കാറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ തടിയെന്ന് നിർത്തിച്ച് കഴിഞ്ഞാൽ തട്ടുമുട്ടലില്ലാതെ അങ്ങ് പോവാം. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതിവിടെ നേരെ കുത്തനൊരു ഇറക്കാണ്, ഒരുപാട് നല്ലൊരു ഇറക്കാണ് കുത്തനുള്ളത്. അങ്ങ് ദൂരെ കാണുന്നത് ആ പുഴയിലെ വെള്ളമാണ് കാണുന്നത്. തെളിനീര് എന്ന് പറഞ്ഞാൽ ഇത്രയും ശുദ്ധമായൊരു വെള്ളം, അതായത് ഒരു മനുഷ്യന്റെ സ്പർശമേൽക്കാതെ കിടക്കുന്ന വെള്ളമാണ്. ഞാൻ ഈ സ്ഥലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 3-4 മാസമായി. ഇതുവരെ ഒരു ബോട്ട് ആ വെള്ളത്തിൽ കൂടി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനെന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഫിഷിംഗ് റെസ്ട്രിക്ഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ബോട്ടൊന്നും അങ്ങനെ വരുന്നില്ല. ഇത് കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളൊരു സ്ഥലം വേണ്ടതായിരിക്കാം. ഇത് പോകുന്ന വഴി കണ്ട എന്തോ ഒരു പഴമാണ്, എന്തോ ഒരു കായ്, ഒരു പിടുത്തമല്ല എന്താണെന്ന്. എന്താ നമ്മൾ ഈ ആ പുഴയുടെ കുറച്ചും കൂടി അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന പോസ്റ്റ് ഓഫീസും ഈ പുഴയുടെ തീരത്ത് തന്നെയാണ്. അവിടെ നല്ല സീനറിയാണ്. ഇതിലിങ്ങനെ നടന്നു പോകാനൊക്കെ നല്ല സുഖമാണ്. ഇതിപ്പം വീഡിയോ ആകെ 6 മിനിറ്റുള്ള വീഡിയോ അതിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കഴിയുന്നു. ഓൾറെഡി ഇപ്പം 4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. 4 കിലോമീറ്റർ പാസ്സായി. ഇനി അവിടെ പോയി തിരിച്ചിങ്ങോട്ടും നടക്കാമെന്ന് ഞങ്ങൾ തീരുമാനം. ഇതിപ്പം മെയിൻ റോഡ് സൈഡിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ അതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്, ഷോൾ ഹാർബർ പോസ്റ്റ് ഓഫീസ്. ഇവിടെ എല്ലാ സ്ഥലത്തിൻ്റെയും വാലിൻ്റെ അറ്റത്ത് ഹാർബർ ഉണ്ടാവും. നമ്മുടെ പെണ്ണുമ്പിള്ള നടന്നു നീങ്ങുന്നു. പോസ്റ്റ് ഓഫീസിൻ്റെ അകത്ത് ആക്ച്വലി ഇങ്ങനെ ഒരുപാട് പെട്ടി പോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് നമ്മളെ ലെറ്റേഴ്സ് ഇട്ടിരിക്കും, അതിൻ്റെ കീ നമ്മളെ കയ്യിലുണ്ടാവും. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. ഇനി വീട്ടിലേക്ക് ഈ നടന്നു ദൂരം മുഴുവൻ തിരിച്ചു നടക്കണ്ടേ. നമുക്ക് ഇവിടുന്ന് തന്നെ ക്രോസ് ചെയ്ത് നേരെ അങ്ങ് പോകാം അല്ലേ? അവിടുന്ന് സീബ്ര ലൈനിൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്ത് നമുക്ക് നേരെ അങ്ങ് പോകാം. സീബ്ര ലൈനിൽ വരുന്ന പോകേണ്ട കാര്യമില്ല, ഇവിടുന്ന് ക്രോസ് ചെയ്ത് നമുക്ക് പോകുന്നേ ഉള്ളൂ അല്ലേ, വണ്ടിയില്ലെങ്കിൽ. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഇവിടെ കുറേ കനേഡിയൻ ഗീസും മറ്റേ സീകൾ, പിന്നെ നമ്മുടെ
നാട്ടിലേക്ക് കാണുന്ന മാടപ്രാവ്. അത് പ്രാവിൻ്റെ സൈസ് ഒരു അപാര സൈസാണ്. നമ്മുടെ നാട് കാണുന്നതിൻ്റെ ഇരട്ടിൻ്റെ വിലയുണ്ട്. ഓരോ കൃഷികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഉച്ച. ഇവിടെ പക്ഷികളെ നോക്കി ഇന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഈ 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ തിരിച്ച് അങ്ങോട്ടേക്ക് നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ശരി, അടുത്തൊരു കിടയിലും വീഡിയോ കാണാം. നല്ല അടിപൊളി ഒരു വീഡിയോ അടുത്തതായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട്. മറക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കണേ.